കാരണം ഈ സർവകലാശാല ആസ്ഥാന സുരക്ഷ ഒരുക്കണമെങ്കിൽ പോലീസിന് ബലപ്രയോഗത്തിലൂടെ മാത്രമേ കഴിയൂവെന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ നീക്കുന്നു. പ്രവർത്തകരും തീർത്തും അവശരായ സാഹചര്യമാണ്. മണിക്കൂറുകളായുള്ള മൽപ്പിടുത്തമാണ്, മണിക്കൂറുകളായുള്ള ബലപ്രയോഗമാണ്. അതിനൊടുവിൽ പ്രവർത്തകരിൽ പലരും അവശരാകുന്നു, പലരും തളർന്നു വീഴുന്നു. ഇപ്പോഴും പോലീസ് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന പ്രവർത്തകരെ കാണാം. നിങ്ങൾ നടപടി നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന പ്രവർത്തകരെ കാണാം. വനിതാ പ്രവർത്തകരുണ്ട്, വനിതാ പ്രവർത്തകരെ കസ്റ്റഡിയിൽ നീക്കാൻ വനിതാ പോലീസുണ്ട്. അവർക്കെതിരെയും ബലപ്രയോഗം ഉണ്ടാകുന്നുണ്ട്. എല്ലാം മറികടന്ന് പൂർണ്ണമായും പ്രവർത്തകരോട് നീക്കിയാൽ മാത്രമേ ഈ പോലീസ് നടപടി ഇവിടെ അവസാനിക്കൂ. അത്ര എളുപ്പമല്ല അത്. ആ രീതിയിലുള്ള പ്രതിരോധമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 9 വർഷത്തിനിടെ SFI നടത്തിയ ഏറ്റവും ശക്തമായ സമരങ്ങളിൽ നിന്നായി ഇതിനെ കാണേണ്ടി വരും. ഭരണപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും സമരങ്ങൾ SFIക്ക് കുറവാണ്. സമരങ്ങൾ തന്നെ ചട്ടപ്പടി സമരങ്ങളായി പോകുന്നത് വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധം സർവകലാശാലയെ RSS വത്കരിക്കാൻ, കായ്വത്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, അതിനെതിരെയുള്ള പോരാട്ടമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് SFI പ്രതിഷേധമാണ് സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറുന്നത്. അതൊരു ക്രമസമാധാന പ്രശ്നമായി കൂടി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇത്തരം ഒരു ശക്തമായ നടപടിയിലേക്ക് പോകുന്നത്. ഗവർണറുടെ ഇടപെടൽ വളരെ നിർണായകമാകും. ഗവർണറുടെ നോമിനിയാണ് സ്വാഭാവികമായും VC സ്ഥാനത്തേക്ക് ഇവിടെ വരുന്നത്. അവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം ഗവർണർ നേരത്തെ തന്നെ സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞു. SFIയുടെ നേതാക്കളെ, ജില്ലാ നേതാക്കളെയൊക്കെ കസ്റ്റഡിയെടുത്ത് കൊണ്ടുവരികയാണ്. ബലപ്രയോഗത്തിലൂടെ തന്നെ കസ്റ്റഡിയെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോഴും വിദ്യാർത്ഥികൾ പൂർണ്ണമായി പിന്തിരിഞ്ഞു പോകുന്നില്ല. മുകളിൽ ഇനിയും വിദ്യാർത്ഥികളുണ്ട്, ദൃശ്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവിടെ നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് SFIയുടെ വിദ്യാർത്ഥികൾ. പക്ഷേ പോലീസ് ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറല്ല. ഇനി ഇവിടെ നിന്ന് പിൻവാങ്ങി പോകാൻ കഴിയില്ല. കാരണം ഇനിയും പോലീസ് നടപടി വൈകിയാൽ അതൊരുപക്ഷെ വലിയ അച്ചടക്ക നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ക്ഷണിച്ചു വരുന്ന സാഹചര്യമുണ്ടാകും. സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇത്തരം ഒരു പ്രതിഷേധമുണ്ടായിട്ടും എന്തുകൊണ്ട് അതിൽ വീഴ്ചയുണ്ടായി? എങ്ങനെ ഇത്രയധികം പ്രവർത്തകർ സർവകലാശാല പ്രധാന ഓഫീസിലേക്ക്, VCയുടെ ഓഫീസിലേക്ക് കടന്നു കയറിയെന്ന ചോദ്യം പോലീസ് നേരിടേണ്ടി വരും. ഇപ്പോൾ ഈ സെനറ്റ് ഹാളിന്റെ മുന്നിലുള്ള സെനറ്റ് ചേംബറിലേക്ക് പോകുന്ന സ്റ്റെപ്പുകളിൽ ഇരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. കസ്റ്റഡിയിലെത്തുന്ന പ്രവർത്തകരാണ്. ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ വീണ്ടും മുദ്രാവാക്യം മുഴക്കുന്ന SFIയുടെ ജില്ലാ നേതാക്കളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. അതിശക്തമായ പ്രതിഷേധം തുടരുന്നു. ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറെന്ന പ്രഖ്യാപനവുമായി SFIയും ഇവിടെ നിന്ന് അവരെ പൂർണ്ണമായും മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടുമായി പോലീസും എത്തുമ്പോൾ ഓരോ നിമിഷവും കേരള സർവകലാശാല ആസ്ഥാനം സംഘർഷഭരിതമാവുകയാണ്. എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രവർത്തകർ ഓരോരുത്തരും വീറും വാശിയും കാണിച്ചു നിൽക്കുന്നു. ഓരോരുത്തരും പിൻവാങ്ങില്ലെന്ന നിലപാടുമായി നിൽക്കുമ്പോൾ എന്താണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് സംഭവിക്കുന്ന വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇവിടെ കൊണ്ട് സമരം തീരില്ലെന്നും മുന്നറിയിപ്പ് നേരത്തെ നൽകിയതാണ്. ഈ സമരം തുടരും. ഗവർണറുടെ നീക്കങ്ങൾക്കെതിരെ സംഘപരിവാറിന് അനുകൂലമായി ഗവർണർ നീങ്ങുന്ന വിമർശനങ്ങളാണ് പ്രധാനമായും SFI ഉന്നയിക്കുന്നത്. ഒരു വശത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, CPM അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ, മറുവശത്തെ സർവകലാശാലയിലെ ഇടത് ജീവനക്കാർ, അതിന് പുറമെ SFI കൂടി പ്രതിഷേധ രംഗത്തേക്ക് എത്തുമ്പോൾ സർവകലാശാല ആസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യുദ്ധ കളമാവുകയാണ്. അക്ഷരാർത്ഥത്തിൽ സർവകലാശാല പ്രവർത്തനം സ്തംഭിക്കുകയാണ്. ഏതായാലും ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ്. സിൻഡിക്കേറ്റ് യോഗം പോലും ചേർന്നത് ശരിയല്ല. അത് ചട്ടപ്രകാരമല്ല, നിയമപ്രകാരമല്ല നിലപാട് ഗവർണർ നേരത്തെ സ്വീകരിച്ചതാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCയോട് നിർദ്ദേശം നൽകിയതാണ്. ആ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ വീണ്ടും തിരിച്ചെടുക്കുകയായിരുന്നു സിൻഡിക്കേറ്റ്. ആ തീരുമാനം നിലനിൽക്കില്ല എന്ന നിലപാട് ഒരുപക്ഷെ ഇന്ന് തന്നെ രാജ്ഭവൻ സർവകലാശാല VC അറിയിച്ചേക്കുമെങ്കിൽ കൂടുതൽ നടപടികൾ വീണ്ടും ഉണ്ടാകാം. ഹൈക്കോടതി വരെ എത്തിയ വിഷയമാണ്. തുടർന്നും നിയമ യുദ്ധത്തിന് വഴി തുറക്കുന്ന വിഷയമാണ്. ഇതിനപ്പുറത്തേക്ക് CPMഉം BJPയും ഒക്കെ ഇതിൽ കാണുന്നത്, കോൺഗ്രസ് UDFും ഒക്കെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഇതിനെ കാണുന്നു. കാരണം സർവകലാശാലകളെ സംഘപരിവാർ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നടക്കുന്ന സമരങ്ങൾ, ആ സമരങ്ങൾ സംഘപരിവാറിനെതിരെയുള്ള BJPക്കെതിരെയുള്ള പോരാട്ടങ്ങളിലായി കൂടിയാണ് SFI CPMഉം ഒക്കെ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ സർവകലാശാലകളെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഭരണപക്ഷമാണ്, അതിന് പിന്തുണ നൽകുന്നത് പ്രതിപക്ഷമാണ് എന്ന വിമർശനമാണ് BJP കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. സർക്കാരും BJPയും ഒത്തുകളിക്കുന്ന വിമർശനം കോൺഗ്രസും ഉന്നയിക്കുന്നു. വീണ്ടും പ്രവർത്തകരെ കസ്റ്റഡി നീക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധമുണ്ടാകുന്നു. കൂടുതൽ പോലീസുകാർ അവിടേക്ക് നേരത്തെ ഈ സ്റ്റെപ്പിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ കൂടി കസ്റ്റഡി എടുക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് നീങ്ങുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു, കയ്യേറ്റമുണ്ടാകുന്നു. ഒരു തരത്തിലും അറസ്റ്റ് വഴങ്ങില്ലെന്ന നിലപാട് പ്രവർത്തകർ പ്രഖ്യാപിക്കുകയാണ്. ശക്തമായ സംഘർഷാത്മകമായ അന്തരീക്ഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സെനറ്റ് ഹാളിന് മുൻവശം ഈ സർവകലാശാല സെനറ്റ് ചേംബറിലേക്കുള്ള പടിക്കെട്ടുകൾ, നിരവധി സമരങ്ങൾക്ക് വേദിയായി ഇവിടെ വീണ്ടും ശക്തമായ പ്രതിഷേധത്തിന് സമരങ്ങൾക്ക് ഒരുങ്ങുന്നു. പ്രവർത്തകരെ ബലപ്രയോഗിച്ച് തന്നെ കസ്റ്റഡിയെടുത്ത് ലാത്തി വീശിയും പോലീസ് ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. കസ്റ്റഡിയെടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നുണ്ട്, പോലീസുകാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. മറ്റു വഴികളില്ലാത്തൊരവസ്ഥയിലേക്ക് സമാധാന അന്തരീക്ഷം
പുനഃസ്ഥാപിക്കാൻ സർവകലാശാല ആസ്ഥാനത്തെ ഈ കലാപകലുഷിതമായ കലാപസമാനമായ അന്തരീക്ഷം ഒഴിവാക്കാൻ പോലീസ് വളരെ ശക്തമായ ബലപ്രയോഗം നീങ്ങുകയാണ്. അതിൽ നിരവധി വിദ്യാർത്ഥികൾക്കും പോലീസുകാർക്കും പരിക്ക് വരുന്നുണ്ട്. പലരും കുഴഞ്ഞു വീഴുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്തരത്തിൽ അതിശക്തമായ സംഘർഷത്തിലേക്ക് കേരള സർവകലാശാല ആസ്ഥാനം നീങ്ങുകയാണ്. വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാതെ SFIയും അതുപോലെ പോലീസും നിൽക്കുമ്പോൾ തീർത്തും അപ്രവചനീയമായ കലാപാന്തരീക്ഷത്തിലേക്ക് സർവകലാശാല ആസ്ഥാനം നീങ്ങുന്നു. സംഘർഷാന്തരീക്ഷത്തിലേക്ക് സർവകലാശാല ആസ്ഥാനം നീങ്ങുന്നു. പിന്നിൽ വനിതാ പ്രവർത്തകർ SFIയുടെ വനിതാ പ്രവർത്തകർ വലിയ ഒരു നിര നമുക്ക് കാണാം. അവരും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. ഓരോ പ്രവർത്തകരെ കസ്റ്റഡിയെടുക്കുമ്പോഴും കൂടുതൽ ആളുകൾ ലാത്തി അടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെ പോലീസ് ഇവിടെ നീക്കുന്നു. ലാത്തി ചാർജ് നടത്തിയ പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് നീക്കുകയാണ്. പ്രവർത്തകരെ നീക്കാൻ ലാത്തി ഉപയോഗിക്കുന്നു പോലീസ്. SFI പ്രവർത്തകർ ഇടപെടുന്നു. ലാത്തി അടിക്കാൻ അനുവദിക്കാൻ നിലപാടുമായി SFI പ്രവർത്തകരും എത്തുന്നു. ലാത്തി ചാർജിലൂടെ പ്രവർത്തകരെ നീക്കുന്നു. സർവകലാശാല ആസ്ഥാനത്ത് പോലീസ് ഒരു തരത്തിലും പിന്തിരിയാത്ത പ്രവർത്തകരെ ലാത്തി ചാർജ് നടത്തിയെങ്കിലും മാറ്റാൻ കഴിയുമോ എന്ന വഴിയാണ് പോലീസ് നോക്കുന്നത്. മറ്റു വഴികൾ പോലീസ് മുന്നിൽ വീണ് കിടക്കുന്ന പ്രവർത്തകരെയും അതുപോലെ തന്നെ പിന്തിരിയാൻ തയ്യാറാത്ത പ്രവർത്തകരെയും ലാത്തി അടിച്ചു മാറ്റുന്നു പോലീസ്. വലിയ സംഘർഷാത്മക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. SFI നേതാക്കൾ അതിനെ തടയാൻ ശ്രമിക്കുന്നു, പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫലമുണ്ടാകുന്നില്ല. ഇപ്പോൾ പോലീസുകാരാണ് ഈ ഭാഗത്ത് എണ്ണ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇവിടെ പ്രവർത്തകർ പരാജയപ്പെടുന്നു. വലിയ ബലപ്രയോഗത്തിന് പോലീസുകാർ പ്രവർത്തകരെ ഇവിടെ നിന്ന് കസ്റ്റഡി നീക്കുകയാണ്. വിട്ടുകൊടുക്കാതെ പ്രവർത്തകർ ഇപ്പോഴും ചിലയിടങ്ങളിൽ സംഘടിച്ചു നിൽക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ഒരാളെ പോലും ഇവിടെ വിട്ടുപോകില്ല. മുഴുവൻ പ്രവർത്തകരെ നീക്കം ചെയ്യുമെന്ന നിശ്ചയദാർഢ്യത്തോടെ പോലീസിന്റെ ഒരു നടപടി നീക്കം നമുക്ക് ഇവിടെ കാണാനാകുന്നു. അതിശക്തമായ പ്രതിഷേധം, അതിശക്തമായ പോലീസ് നടപടി, സർവകലാശാല ആസ്ഥാനം വിറങ്ങലിച്ചൊരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുന്നത്. നിരവധി സമരങ്ങൾക്ക് വേദിയായ സർവകലാശാല, വിളനിലം സമരം മുതൽ നിരവധി സമരങ്ങൾക്ക് വേദിയായ സർവകലാശാല ആസ്ഥാനം, അത്തരമൊരു സർവകലാശാല വീണ്ടും പഴയ നാളുകളിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ കേരള സർവകലാശാലയ്ക്ക് അക്കാഡമികമായ മികവ് കൂടി സർവകലാശാല സമരം കൊണ്ട് മാത്രമല്ല, കേരള സർവകലാശാല ലോക അക്കാദമിക് കൂടിയാണ്. ആ മികവ് പോലും തടസ്സപ്പെടുത്തി ഇവിടെ വിദ്യാർത്ഥി പരിഷത്ത് മാറുന്നു. ഇവിടുത്തെ രാഷ്ട്രീയവൽക്കരണം എന്ന വിമർശനമാണ് ഗവർണറും രാഘവനും മുന്നോട്ട് വയ്ക്കുന്നത്. അംഗപരിഭാഷകൾ അനുസരിപ്പിക്കാൻ അനുവദിക്കുക എന്ന മറുപടിയാണ് അതിന് SFI CPM ഉള്ളത്.